بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സ്വാമികളെ, സ്റ്റേജിൽ ഉപേക്ഷിതരായ മന്നാനികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ മന്നാനിയുടെ 40ാം വാർഷികത്തിലാണ് നാം നിലകൊള്ളുന്നത്. 40 വർഷം അല്ലാഹു തആല ഇത് നിലനിർത്തി തന്നു. ബഹുമാനപ്പെട്ട പുറത്ത് നിൽക്കുന്ന നമ്മുടെ ഈ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു കോണിലും കൂടാതെ 40 വർഷം പൂർത്തിയാക്കി. 18ാമത് സനൽദാനം. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും സനത് കൊടുക്കലില്ല. കുറെ ആള് കൂടുമ്പോൾ സനത് കൊടുക്കപ്പെടും. ഇതിൽ നിന്ന് 178 ആളുകൾക്ക് ഇന്ന് ഇവിടെ സനത് കൊടുക്കപ്പെടുകയാണ്. ഇതുപോലെ കുറേ ആളുകൾ കൂടുമ്പോഴാണ് ഒന്നിച്ച് സനത് കൊടുക്കുന്നത്. ഇവിടെ പഠിച്ചിറങ്ങിയ ആളുകൾക്കെല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഹസരത്ത് പറയും പോലെ മന്നാനിയ ഒരു ബർക്കത്തുള്ള സ്ഥാപനമാണ്. ഇവിടെ പഠിച്ചവർക്കെല്ലാം അല്ലാഹു തആല ബർക്കത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഒരുപാട് പേര് മുതലിശങ്ങളുണ്ട്. ധാരാളം ആളുകൾ കുത്തബാക്കളുണ്ട്, ഖതീബന്മാരുണ്ട്, മുഅല്ലിമീങ്ങളുണ്ട്. അങ്ങനെ എല്ലാം ഒരേ മാതിരിയായി വരത്തില്ല. ഒരു മരത്തിലുള്ള പഴങ്ങൾ അല്ലെങ്കിൽ തെങ്ങയിലുള്ള തേങ്ങ എല്ലാം ഒരേ മാതിരിയാകത്തില്ലല്ലോ. അത് ഏത് സ്ഥാപനത്തിൽ പഠിച്ചു കഴിഞ്ഞാലും ഒരേ മാതിരിയാകത്തില്ല. ചിലത് പാകാനെടുക്കാവുന്ന അത്ര കണ്ട് വിശേഷപ്പെട്ട കായ്കളും തെങ്ങുകളിൽ. അതുപോലെ പല വിധത്തിലാണ് തെങ്ങിന്റെ തേങ്ങകൾ എന്നതുപോലെ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നത് മുതലിശീകളായ ആളുകൾ ധാരാളം ആളുകളിൽ നിറഞ്ഞു വരുന്നു. അവരെല്ലാം ഇന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിമീങ്ങള് അവിടുത്തെ പഠനം പൂർത്തിയാകുന്നതിനോടും കൂടെ ഇങ്ങോട്ട് അയച്ച് ഡിഗ്രിക്ക് വേണ്ടി മന്നാനി എന്ന ആ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നത്. അതിന് മുത്തസ്സർ പാസ്സായവരുടെ ഭാഗമുണ്ട്, മുത്തവ്വൽ പാസ്സാവുന്നതാണ്. പക്ഷേ മുത്തവ്വൽ പാസ്സാവുന്നവർക്കാണ് ഈ ദർസിനെ പറ്റിയിട്ട് സനത് കൊടുക്കുന്നത്. ഇന്ന് മുത്തസനതും ധാരാളം കൊടുക്കും. അവർക്കും കഴിവുള്ളവരാണ്. അവരും ദർസ് നടത്താൻ വിചാരിച്ചാൽ അവർക്ക് നടക്കും, യാതൊരു സംശയവുമില്ല. ദർസ് നടക്കണം, ഒന്ന് മനസ്സിൽ വെക്കണം, എനിക്ക് ദർസ് നടത്തണം എന്ന് മനസ്സിൽ കരുതിയാൽ തീർച്ചയായും അവർക്ക് ദർസ് നടത്താം. വലിയ വലിയ കിതാബുകൾ അവർക്ക് നടത്താൻ സാധിക്കും. അതിന് അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മുത്തസിറാർക്കും തൗഫീഖ് ചെയ്യട്ടെ, മുത്തവ്വലികാർക്കും. നീ കാരണമായി ഒരാൾ നന്നാവുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുന്നു, യമനിലേക്ക് ഗവർണറായി അയക്കാൻ പോകുന്ന ആളോട് പറയാൻ അയാൾക്ക് പോകാൻ മനസ്സില്ല. എനിക്ക് അവിടെ പോയി നിന്നിട്ട് വലിയ സ്ഥാനം അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് അങ്ങയുടെ മുമ്പിൽ തന്നെ നിന്ന് അങ്ങയിൽ നിന്ന് വീഴുന്ന ആ ഇൽമ് പകർന്നെടുക്കണം. ഇതാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് അങ്ങോട്ട് പോകേണ്ട, യമന്റെ ഗവർണറായി പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ മാരെ, നീ പോകണം. പക്ഷെ നീ കാരണമായി ഒരാൾ നന്നാവുകയാണെങ്കിൽ ഈ
ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവ്വതിനേക്കാൾ ഖൈറാണ് മുആദേ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടുന്ന് ഇറങ്ങുന്നവരെല്ലാം നിങ്ങളെല്ലാവരും ഇതിന് നിങ്ങൾ മുഅല്ലിമീങ്ങളാകാം, മുദരിസീങ്ങളാകാം, ഖാദിമാരാകാം, ഖതീബന്മാരാകാം, ഇങ്ങനെ ഏതായാലും നന്നാകണം, ജനങ്ങളെ നന്നാക്കണം എന്നൊരു ഉദ്ദേശം നിങ്ങളിൽ ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ്. നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാള് മുഅല്ലിമീങ്ങളെ പറ്റിയാണ് ആ ഹദീസിൽ ഇങ്ങനെ പറയുന്നത്. ഭൂമിയിൽ നടക്കുന്നവരിൽ വെച്ച് ഖൈറുന്നാസി, അത് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തിയത്. ശ്രദ്ധിച്ചോ, ഖൈറുന്നാസി. നിങ്ങൾ മുഅല്ലിമീങ്ങൾ, മുദരിസീങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഹദീസാണ്. ഖൈറുന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായവര്, ഭൂമിയിൽ കൂടി നടക്കുന്നവരിൽ വെച്ച്, ഭൂമിയിൽ കൂടി നടക്കുന്ന ആരൊക്കെയുണ്ടോ അവരിൽ വെച്ചെല്ലാം ഖൈറായവര് അൽ മുഅല്ലിമൂൻ, മുഅല്ലിമീങ്ങളാണ്. ദീൻ പഠിപ്പിക്കുന്നവരാണ്, ദീൻ പഠിപ്പിക്കുന്ന ആളുകൾ. ഇതാണ് മുഅല്ലിമീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ദീൻ പഠിപ്പിക്കുന്ന ആളുകളാണ്. അതാണ് ഖൈറുന്നാസി വഖൈറു മൻ യംശി അലൽ അർദി അൽ മുഅല്ലിമൂൻ. എന്താ ഇതിന്റെ ഇത്ര കാരണം, അവർക്ക് ഇത്രയും സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ കുല്ലമാ ദീനൊന്ന് പഴിയാൽ ജദ്ദദൂഹു, ആ ദീനെ അവർ പുതുക്കും, പരിഷ്കരിപ്പിക്കും. ജദ്ദദൂഹു, പുതുക്കും. ആയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആൽതൂഹും, ഈ മുഅല്ലിമീങ്ങൾക്ക് കൊടുക്കുക, വലാ തുഹയ്യിഹും, അവരെ നിങ്ങൾക്ക് കഷ്ടപ്പെടുത്തരുത്. അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം നിങ്ങൾ കൊടുക്കണം. അവരെ ബുദ്ധിമുട്ടിക്കരുത്. ദീനിന് വേണ്ടി നിൽക്കുന്നവർ, ദീൻ പഠിപ്പിക്കുന്നവരാണ്. അൽ മുഅല്ലിമൂന കുല്ലമാ ഖലിഖ ദീനൊന്ന് പഴയാൽ ജദ്ദദുഹു, അതിനൊരു പരിഷ്കരിച്ചിരിക്കുന്നു, ഒതുക്കുന്നു. ഉടനെ അവിടെ വന്ന് ഓടിച്ചാടി വന്ന് വാന്ന് പറയുന്നു, ജനങ്ങൾ ഉദ്ധരിക്കുന്നു. ആ ദീനിന്റെ ആ പഴയ തന്നെ പോയി പുതുമ വരുന്നു. ഇങ്ങനെയുള്ളതാണ് രാജ്യങ്ങൾ. അങ്ങനെയുള്ള ധാരാളം മന്നാനികൾ ഇവിടെ നിന്ന് ഇറങ്ങിയവര് വലിയ നിലയിൽ പ്രസംഗിക്കുന്ന ആളുകൾ, വലിയ പ്രാസംഗികന്മാരുണ്ട്. മന്നാനികളെ ഇന്ന് ധാരാളം മലബാറിലേക്കാണ് കൊണ്ടുപോയാണ് എല്ലാവരും അവരെ പ്രസംഗിക്കാൻ വേണ്ടി. വലിയ പ്രാസംഗികന്മാരാണ്, എത്ര കണ്ട് പ്രാസംഗികന്മാരാണ് മന്നാനികളിൽ നിന്ന് ഇറങ്ങിയവർ. അത് പ്രകാരം തന്നെ. അപ്പൊ അവർക്ക് പിന്നെ എന്താ കുത്തുപോകാനോ ഒക്കത്തില്ലേ, കുത്തുപോകാനോ ദർസ് നടത്താൻ സാധിക്കത്തില്ലേ, ദർസ് നടത്താൻ സാധിക്കും. അങ്ങനെ ഉള്ള കഴിവുള്ള ആളുകൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നവര്, ആ ഇറങ്ങുന്നത് അത് നിങ്ങൾ നിലനിർത്തണം. നിങ്ങളിൽ നിന്നും ഒരു പോരായ്മയും ഉണ്ടാകരുത് എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇത് വലിയ മഹത്വമുള്ള ഒരു സാധനമാണ് ഇൽമ്. നിങ്ങൾ ഇൽമ് കൈകാര്യം ചെയ്യുന്നവരാണ്, ഇൽമ് പഠിച്ചവരാണ്, പഠിപ്പിക്കുന്നവരാണ്, അത് പറയുന്നവരാണ്. ആ ഇൽമിന് വലിയ സാധനമാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, കാരണം ഇവിടെ പല പദ്ധതികളും നടക്കാറുണ്ട്. അൽ-ഹയാത്തുൽ ഇസ്ലാം, ഇൽമ് ഇസ്ലാമിന്റെ ജീവനാണ്. ജീവനില്ലെങ്കിൽ പിന്നെ ആ സാധനത്തിനും കഴിയുമോ? എത്ര വലിയ മിടുക്കനാണെങ്കിലും മരിച്ചു പോയാൽ പിന്നെ അവനെ നിർത്തത്തില്ല, ഉടനെ മറവി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ ഏറ്റവും ഇൽമാണ് ഈ ഇസ്ലാമിന്റെ ജീവൻ. ഈ ഇസ്ലാമിന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഈ ഇൽമു വേണം. അപ്പൊ അത്രയും ഉന്നതമായ ഒരു സ്ഥാനമാണ് ഈ ഇൽമിനുള്ളത്. ഈ ഇൽമിനും അതാണ് അൽഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ മുദരിസീങ്ങളെ പറ്റി നിങ്ങൾക്ക് ഓർത്തിരിക്കണം. ഈ മന്നാനികളായ മുദരിസന്മാർ ഒരുപാട് ആളുകൾ അവിടെ നിന്നുണ്ട്. താലിമ്യങ്ങൾ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോഴും പല താലിമ്യങ്ങളും അവിടെ നിന്നുണ്ട് മലബാറിൽ. ഇവിടെയുള്ളവരെല്ലാവരും കൂടെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് മതത്തെ. അപ്പൊ എല്ലാം ഇസ്ലാമിന് ഹയാത്ത്. അതാ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. മുഹീദ്ദീൻ എന്ന് പറയുന്ന ദീനിനെ ഹയാത്താക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇൽമു പഠിപ്പിക്കുന്ന ആളെന്നാണ്. ഇൽമു പഠിപ്പിക്കുന്ന ആള്, അതാണ് മുഹീദ്ദീൻ.
ദീനിനെ ഹയാത്താക്കുന്നതാണ്. അപ്പോൾ ഒരു മുദരിസായി കഴിഞ്ഞാൽ അയാളെ പറ്റി എന്തെന്നാ പറയുന്നത്? മുഹീദ്ദീൻ എന്നാണ് പറയുന്നത്. മുഹീദുൽ ഇസ്ലാം എന്നാണ് അയാൾ പറയുന്നത്. ഇസ്ലാമിനെ ഹയാത്താക്കുന്ന ആളുകൾ. അത്രയും മഹത്വമാണ് നമുക്ക് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതെല്ലാവരും നമ്മുടെ സമയം മൊത്തം ഈ ദർസിന് വേണ്ടി, ഇൽമിന് വേണ്ടി, തഅലീമിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം. അത് ഖുർആൻ പഠിപ്പിക്കലാണ്, അതായാലും അതുമായിട്ട് തഅലീമിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ്. വലിയ കൂലിയാണ് ഈ ഇൽമിനുള്ളത്. ഇൽമ് എന്ന് പറയുന്നത് വലിയ സ്ഥാനമാണ്. ഇൽമിന് അല്ലെങ്കിൽ ഹയാത്തുൽ ഇസ്ലാം എന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലേക്ക് കയറി വന്നപ്പോ അവിടെ പല സ്വഹാബാക്കളും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, പലരും വിക്രിക്കൊണ്ടിരിക്കുന്നു, ഔറാദെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെല്ലാവരും കണ്ടതിന് ശേഷം ഒരാളോട് പറയുന്നത്, മണിക്കൂറുകൾക്കകം നിങ്ങൾ മരണപ്പെടും. ഒരു അസാധാരണമായ സംസാരമാണ്. ഇവരെയും അങ്ങനെ സംസാരിച്ചിട്ടില്ല. മണിക്കൂറുകൾക്കകം നിങ്ങൾ മരണപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവും ഞെട്ടി. കേട്ടിരിക്കുന്നവരെല്ലാം ഞെട്ടിപ്പോയി. എന്തായി കേൾക്കുന്നത്? അദ്ദേഹം ഉടനെ തന്നെ എഴുന്നേറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞല്ലോ മണിക്കൂറിനകം ഞാൻ മരണപ്പെടും എന്ന് പറയാം. അതിനു മുമ്പ്, ആ മരിക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം നബി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇൽമ് പഠിക്കുക, ആ കിട്ടുന്ന സമയം കൊണ്ട് ഇൽമ് പഠിക്കുക, ഇൽമ് കേട്ടുകൊണ്ടിരിക്കുക. അല്ലെ ഇൽമിന് വേണ്ടിയുള്ള പ്രവർത്തനം നീ നടത്തുക. എന്ത് പ്രവർത്തനമായാലും ഇൽമിന്റെ പ്രവർത്തനം നീ നടത്തുന്നു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അതനുസരിച്ച് അദ്ദേഹം ഇൽമ് പഠിച്ചു. അറിയാവുന്നവരോട് ഹദീസുകൾ ഇങ്ങനെ ചോദിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ നിന്നാണ് തഫ്സീറുർ റാസി ഈ ഹദീസ്, ഇത് നബി ഇങ്ങനെ പറഞ്ഞല്ലോ, നീ ഇൽമ് പഠിക്കുക എന്ന് പറഞ്ഞല്ലോ, ഇൽമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, ആ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന ആ ഹദീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു അടിക്കുറിപ്പ് റാസിയിൽ അദ്ദേഹം എഴുതുകയാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഇൽമിനേക്കാൾ വല്ലതിനും വല്ല സ്ഥാനവും ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുമായിരുന്നല്ലോ. അതിനൊരു പറഞ്ഞില്ലല്ലോ, ഇൽമിനാണല്ലോ ഇൽമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും മഹത്തരമായ സാധനം അത് ഇൽമാണ്. ആ ഇൽമ അത്ര സ്ഥാനാണ് ഇൽമിനുള്ളത്. അത് നാം മനസ്സിലാക്കണം. അതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു ഹദീസ് ഞാൻ പറയാം. ഇതിന്റെ കാര്യമല്ല, അത് വേറൊന്നില്ലെന്ന് പറയുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മഗ്രിബ് സുബ്ഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം, സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ദുആയും കഴിഞ്ഞു, അതിൻ്റെ ദുആയും സാധാരണ ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിച്ചു. അങ്ങനെ അതിൻ്റെ ദുആയും കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഔറാദ് എന്ന് പറഞ്ഞാൽ പതിവാണ്, സാധാരണ പതിവ് ദിക്റുകൾ, ഇത്ര ദിക്റുകൾ, അങ്ങനെ ഔറാദ് ചെല്ലിയിട്ട് അത് സ്വലാത്തായാലും മതി, ഖുർആൻ ഓതലായാലും മതി, ഏതുമാകട്ടെ, അത് പതിവുള്ളത് അതൊരു പതിവാക്കിയിട്ട് ആ പതിവനുസരിച്ച് ഇജാസത്ത് കിട്ടിയതായിരുന്നു. അത് അങ്ങനെ ഔറാദ് ചെല്ലി ഏത് വരെ സൂര്യൻ ഉദിച്ച് പിന്നെ 20 മിനിറ്റ് കൂടി കഴിഞ്ഞു. 17 മിനിറ്റ് അഭിപ്രായമുണ്ട്, ഏതുമല്ല നമുക്ക് കിതാബുകളിലൊക്കെ പറയുന്നത് 20 മിനിറ്റ് സൂര്യൻ. അപ്പൊ സൂര്യൻ ഉദിക്കുന്നത് എങ്ങനെയാണ്? ആ സമയത്ത് നോക്കാൻ അത് എല്ലാ കലണ്ടറിലും ഉണ്ട്. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നത് ഏത് സമയത്താണ് ഉദിക്കുന്നതെന്ന് എല്ലാ കലണ്ടറിലും ഉണ്ട്. അപ്പൊ കലണ്ടർ നോക്കി മനസ്സിലാക്കി പോയാൽ മതി സൂര്യൻ ഉദിക്കുന്നത് എപ്പോഴാണ്. ഏത് മഴയപ്പോഴും സൂര്യൻ ഉദിക്കുന്നത് നമ്മൾ കാണത്തില്ല, അകത്തിരിക്കല്ലേ, പള്ളിയുടെ അകത്ത് ഔറാദ് കൊണ്ടിരിക്കും. അങ്ങനെ 20 മിനിറ്റ് കഴിയുന്നവരെയും ഒരാൾ ഇത്രയും ഔറാദുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾ ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ്, ഒരു ഉംറയും ചെയ്ത കൂലിയാണ്. കൊള്ളാം. ഒരു ദിവസം ചെയ്താൽ മതി. ഒരു ദിവസം ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം കൊണ്ട് ഒരു ഹജ്ജും ചെയ്ത് ഒരു ഉംറയും ചെയ്യുന്ന കൂലിയാണ്. ഇനി ആണ് മറ്റേ ഞാൻ പറയാൻ പോകും. ഈ ഇൽമിന്റെ മഹത്വം പറയുന്നത് ഇനിയാണ്. ഇതാണല്ലോ ഇത്രയും മഹത്വമുള്ളതാണല്ലോ ഈ ഔറാദ് എന്ന് പറയുന്നത്. ഒരു ദിവസം ഒന്ന് ഈ 20 മിനിറ്റ്
നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ദ്വാരകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഔറാദ് ചെല്ലി സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് വരെ എന്നാൽ 7 മുഴം ഉയരുന്നത് വരെ അങ്ങനെ ഔറാദ് ചെല്ലിയ ഒരു ഹജ്ജ് കിട്ടും, ഒരു ഉംറ കിട്ടും. പക്ഷേ മുന്നോറുകളായ മഹാന്മാരായ ആലിമീങ്ങൾ അവര് അത് അവിടെ ചെയ്യാം. സാധാരണ പള്ളിയിൽ ചെന്ന് നിസ്കരിച്ചു, ദുആയിരുന്നു, അതിന്റെ ഔറാദിന് സാധാരണ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 30, അങ്ങനെ ആ ചെല്ലേണ്ടതെല്ലാം ചെല്ലി ഇമാമു ദുആയിരുന്നു. ദുആ കഴിഞ്ഞാൽ ആ ഉസ്താദന്മാർ പള്ളിയിലേക്ക് പോവുകയാണ്. എന്തിനാണ് പള്ളിയിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചത് ദർസിന് വേണ്ടിയിട്ടാണ്. ഉടനെ തന്നെ ദർസ് നടത്തണം. കാരണം 30, 40, 50 മുത്താലിമീങ്ങളാണ്. ഒരു വലിയ ഉസ്താദന്മാരാണ്, വലിയ ഉസ്താദന്മാരാണ്. ആ ഉസ്താദന്മാര് അവിടെ ചെന്നിട്ട് ദർശനം തുടങ്ങിയാണ്. 16, 17 ദർശനം ഒരു ദിവസം നടത്തി തീർക്കണ്ടേ? സുബഹി നിസ്കരിച്ച ഉടനെ നിന്ന് ദർശനം തുടങ്ങി. പടച്ചവനെ അപ്പൊ എന്താ കാരണം അവര് പറയുന്നതാണ്, അതിനേക്കാൾ എത്രയോ പ്രതിഫലമാണ് ഈ ഒരു ദർശനം നടത്താന്ന് പറയുന്നത്. ഈ ദർസ് നടത്താന്ന് പറയുന്നത് ഈ ഒരു ഹജ്ജ്, ഒരു ഉംറ, അതിനേക്കാളെല്ലാം വലിയ കൂലി കിട്ടുന്ന കാര്യമാണ് പരിശുദ്ധമായി ഇസ്ലാമിന്റെ ജീവാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ ആലിമീങ്ങളെല്ലാം ഈ ഔറാദിനിരിക്കാതെ വന്ന് ദർസ് നടത്തുന്നത്. അത്രയും മഹത്തമായ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഇൽമ്. ആ ഇൽമെന്ന് പറയുന്നത് ദർസ് മാത്രമല്ല, ആ മുഅല്ലിമി തഅലീം മാത്രമല്ല, ഖുർആൻ പഠിപ്പിക്കൽ മാത്രം, എല്ലാം അതിൽ പെടുന്നതാണ്. ഇതിനെല്ലാം ഈ സ്ഥാനമാണ് കിട്ടുന്നത്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കണം, ഇൽമിന് വേണ്ടി ശ്രമിക്കണം, നിങ്ങളും ശ്രമിക്കണം. ഞങ്ങളെല്ലാം എനിക്ക് ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ 40 വർഷം, ഞാൻ 39 വർഷം ഞാനിവിടെ വന്നിട്ട് 40 വർഷത്തിനല്ല, 1 വർഷം അതിൻ്റെ പിറ്റേ വർഷമാണ് ഞാൻ വന്നത്. അപ്പോൾ 39 വർഷം ഞാൻ ഇവിടെ ചെലവാക്കിയിട്ടുണ്ട്. മനസ്സിലായി? അതെല്ലാം അല്ലാഹു മഖബൂലാക്കി തരുമാറാകട്ടെ. ഇവിടെ ചെയ്യുന്ന ഈ അമലുകളല്ല, ഈ ദർസുകളല്ല, ഇവിടെ ചെയ്യുന്ന ഏതെല്ലാം അമലുകൾ ഉസ്താദന്മാർ ചെയ്യുന്നു അതെല്ലാം അല്ലാഹു മഖബൂലാക്കി തരണേ തമ്പുരാനെ. അല്ലാഹു മഖബൂലാക്കി തരുമാറാകട്ടെ എന്ന് ദ്വാരക്കുകയാണ്. നീട്ടുന്നില്ല. നിങ്ങളെല്ലാം ഇതുപോലുള്ള മറ്റുള്ള ഗൾഫിലേക്കൊന്നും പോകണ്ട. ഗൾഫിലേക്ക് പോയി അവിടെ ചെന്നാൽ തന്നെയും തലയുമായിട്ട് ബന്ധപ്പെടണം. ധൈര്യവുമായിട്ട് ബന്ധപ്പെടാൻ ഒന്നുമില്ലെങ്കിൽ ട്യൂഷൻ പഠിപ്പിക്കണം. അടുത്ത കൊച്ചുങ്ങളെല്ലാം വിളിച്ചിരുത്തി ട്യൂഷൻ പഠിപ്പിക്കണം. നമ്മുടെ അഹമ്മദ് ഇവിടുന്ന് ഗൾഫിൽ പോയാലും അദ്ദേഹത്തിന് ആ ഗൾഫിൻ്റെ ആ ജോലി കഴിഞ്ഞാൽ പിന്നെ ട്യൂഷൻ പഠിപ്പിക്കും. അപ്പോൾ ആ ജനങ്ങൾ നന്നാ അതാ തൈര്യം. ഒരു ദിവസം തൈര്യം വാങ്ങരുത്. നിങ്ങളെല്ലാവരും തൈര്യം എന്നാലേ ഇതിനു വേണ്ടി പണം ചെലവഴിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം കിട്ടും. ഇപ്പോൾ ഇവിടെ സാമ്പത്തികമായി മറ്റൊരു കടയ്ക്കൽ ഉസ്താദാണ് ഇവിടെ എല്ലാ റമദാനും പോകും. റമദാനിന് പോയി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഇവിടുത്തെ മൊത്തം കടവും അദ്ദേഹത്തിന് കാരണം തന്നെ ഉസ്താദന്മാർക്ക് ഒരുപാട് 6 മാസ ശമ്പളം ഉണ്ടാവും. എങ്ങനെ വന്നാലും 6 മാസ ശമ്പളം കൊടുക്കാനുണ്ട്. അത് വന്ന് 6 മാസ ശമ്പളവും കൊടുക്കും. അത് വീട് നമ്മുടെ കടകളിൽ നിന്ന് ആ കടകളിൽ നിന്ന് വാങ്ങിച്ച സാധനം പറ്റി വരും. അത് മൊത്തം തീർക്കും. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് നടക്കാൻ കഴിയുന്നില്ല, മുകളിൽ കയറാൻ കഴിയുന്നില്ല. ഒന്നും കഴിയാത്തത് കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് പോയിട്ടില്ല. ഇവിടെ ബുദ്ധിമുട്ട് കൂടുതലുണ്ട്. എന്നാലും അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ദർസുകൾ നടക്കുന്നു. ഇപ്പോഴും ഉസ്താദന്മാർക്ക് 6 മാസ ശമ്പളം കിട്ടാനുണ്ട്. അപ്പോൾ ഉസ്താദന്മാർക്കാണ് ക്ഷമിച്ചേക്കാണ്. കാരണം ദർസല്ലേ, നമുക്ക് ദർസ് നടത്താൻ സാധിച്ചല്ലോ, ഇൽമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ മഞ്ഞാനീസുകളെല്ലാം നിങ്ങളുടെ കയ്യിൽ നിൽക്കണമെന്നല്ല, നല്ല ധർമ്മം ചെയ്യുന്ന കരിയന്മാരായ ആളുകൾ ധാരാളമുണ്ട്. അവരെല്ലാവരും അവരിൽ നിന്നെല്ലാം കൂടി നിങ്ങൾ സംഭരിച്ച് ഒരു തുക എല്ലാ മാസവും നിങ്ങൾ ഇവിടെ അയക്കണമെന്ന് ഈ അവസരം നിങ്ങൾ ഉണർത്തുകയാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം അല്ലാഹു തആല മാറ്റിത്തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുമാറാകട്ടെ. ഞങ്ങളുടെയും നിങ്ങളുടെയും എല്ലാ അസുഖങ്ങളും അല്ലാഹു തആല മാറ്റിത്തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നുണ്ട്. ഈ മഹത്തായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും.